ഏറനാടിൻ്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള അരീക്കോട് ഇന്ന് CPIMന്റെ പ്രവർത്തകന്മാർ ചെങ്കൊടി തോളിലേന്തി ആ പ്രവർത്തകന്മാർ ചങ്കിടറുന്ന ശബ്ദത്തോടുകൂടി മുദ്രാവാക്യങ്ങൾ വിളിച്ചു പോകുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. PV അൻവർ മൂരാച്ചി, നിന്നെ ഞങ്ങൾ കണ്ടോള, LDFനെ തകർത്തിയിടാൻ, CPMനെ തകർത്തിയിടാൻ നിന്നെക്കൊണ്ട് ആവില്ല എന്നൊക്കെയാണ് മനോഹരമായ മുദ്രാവാക്യങ്ങൾ. ഈ മുദ്രാവാക്യവും അവരുടെ മുഷ്ടി ചുരുട്ടലും അവരുടെ മനസ്സിനകത്തുള്ള വിഷമവും അൻവറിനോടുള്ള പകയുമൊക്കെ കണ്ടപ്പം മനോഹരമായി റോഡ് സൈഡിൽ നിന്ന് ചിരിച്ചു നിന്ന് കണ്ട ഒരു വിഭാഗം നമ്മുടെ ഏറനാട്ടിലടക്കമുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരാണ്, CPIയുടെ പ്രവർത്തകന്മാരാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ചിരിച്ചത് എന്ന് ഒരുപാട് കാലം മുമ്പ് അവരുടെ മനസ്സിനകത്തുണ്ടായ സങ്കടം ഇന്നൊരു ചിരിയായി മാറുകയായിരുന്നു. കാലം 2011. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF കേരളത്തിലെ സീറ്റുകളിലേക്കൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറനാട്ടിലേക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പാർട്ടി CPI ആണ്. CPIക്കാണ് ഈ ഏറനാട് നിയമസഭാ മണ്ഡലം LDFനകത്ത് കൊടുത്തിട്ടുള്ളത്. ആ LDFൽ CPI അവരുടെ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന സമിതി ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. അഷ്റഫ് കാളിയത്ത് എന്നാണ് പേര്. CPIയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള അരിവാൾ നെൽക്കതിരാണ് അഷ്റഫ് കാളിയത്തിന്റെ ചിഹ്നം. തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് വന്നു. പെട്ടെന്ന് സ്ഥാനാർത്ഥിയുടെ ചിത്രം മാറി. ഒരാൾ ഭൂജാതനായി. ആ ഭൂജാതനായപ്പോൾ നമ്മളൊക്കെ കരുതി ഒരു സ്വതന്ത്രനായിരിക്കും, അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കില്ല എന്ന് കരുതി. ആദ്യമൊക്കെ അരിവാൾ നെൽക്കതിരിന്റെ പോസ്റ്ററുമായി നടന്ന CPMന്റെ പ്രവർത്തകന്മാർ പിന്നീട് മെല്ലെ മെല്ലെ ബലൂണിലേക്ക് മാറി. പിന്നീട് ക്യാമ്പയിനുകൾ മുഴുവനും ഈ സ്വതന്ത്രനെ കേന്ദ്രീകരിച്ചായി. ആ സ്വതന്ത്രന് വേണ്ടി വോട്ട് ചോദിക്കലായി. LDFന്റെ ബൂത്തിലെ ഇരിക്കുന്ന ഏജന്റുമാർ പോലും, LDFന്റെ കൺവീനറും ചെയർമാനുമായി ബൂത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട ആളുകൾ പോലും സ്വന്തം LDFന് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും അവര് സ്വതന്ത്രന്റെ പിന്നാലെ പോയി. ആ സ്വതന്ത്രന്റെ പേരാണ് PV അൻവർ എന്ന് പറയുന്നത്. ആ PV അൻവറിനെ ഏറനാട് നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്ന് LDFന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ, CPI എന്ന് പറയുന്ന കേരളത്തിലെ LDFന്റെ ഘടകകക്ഷി, രണ്ടാമത്തെ ഘടകകക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കെ, ഈ നാട് മുഴുവനും അരിവാൾ നെൽക്കതിരിന്റെ ചിഹ്നം ജനസമക്ഷത്തിൽ പ്രദർശിപ്പിച്ചിരിക്കെ, അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുവാനും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുവാനും ഈ സ്ഥാനാർത്ഥിയാണ് നമ്മളുടെ സ്ഥാനാർത്ഥി എന്ന് ഓരോ ബൂത്തുകളിലെയും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ മുമ്പിൽ പോയി പറഞ്ഞ് വോട്ട് ചോദിച്ച ആളുകൾ 2011 ആ ആളുകൾ തന്നെയാണ് ഇന്നും തെരുവിലിറങ്ങി തൊണ്ടപ്പൊട്ടി മുദ്രാവാക്യം വിളിച്ച് അൻവറിനെ തെറി പറഞ്ഞവർ. എന്തുകൊണ്ടാണ് CPIക്കാരൻ ചിരിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? 2011 തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ അന്ന് കരഞ്ഞ CPIയുടെ പ്രവർത്തകന്മാരുടെ ഇന്നത്തെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകും. എന്തിനാണ് അവർ കരഞ്ഞതെന്നറിയുമോ? അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പറയാം നമുക്ക്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി PK ബഷീർ സാഹിബ്. PK ബഷീർ സാഹിബിന് കിട്ടുന്ന വോട്ട് 58,698 വോട്ടാണ്. രണ്ടാം സ്ഥാനത്ത് PV അൻവറാണ്. PV അൻവറിന് 47,452 വോട്ട്. മൂന്നാം സ്ഥാനം ഇന്ന് മുദ്രാവാക്യം വിളിച്ചവരും അൻവറിനെ തെറി വിളിച്ചവരും അൻവർ LDFന്റെ ശത്രുവാണെന്ന് പറഞ്ഞവരും അൻവറിനെ ഞങ്ങൾ കാട്ടിത്തരാമെന്ന് പറഞ്ഞ CPIMന്റെ പ്രവർത്തകന്മാരില്ലേ, ആ ചെങ്കൊടി ഏന്തിയ പ്രവർത്തകന്മാരില്ലേ, നിങ്ങളുടെ മനസ്സിലേക്ക് പറയുന്നു, ഏറനാടിനെ പോലത്തെ നിയോജക മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് വന്ന പാർട്ടിയുടെ പേര് BJP ആണ്. BJPയുടെ വോട്ട് എത്ര എണ്ണമെന്നറിയോ? 3448 ആണ്. 3448. എന്നാൽ സങ്കടം എന്താണെന്ന് അറിയുമോ? അന്നത്തെ CPIക്കാരന്റെ സങ്കടം, LDFന്റെ ഒരു കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് CPI എന്ന് പറയുന്ന പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നം വെച്ച് ഒരു സ്ഥാനാർത്ഥിയെ വെച്ചിട്ട് ആ സ്ഥാനാർത്ഥിക്ക് ഈ നിയോജക മണ്ഡലത്തിൽ, ഏറനാട് നിയോജക മണ്ഡലത്തിൽ ലഭിച്ച വോട്ടിന്റെ എണ്ണം 2700 വോട്ടാണ്. ഏറനാടിനെ പോലത്തെ ഒരു മണ്ഡലത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു LDFന്റെ സ്ഥാനാർത്ഥി
BJP-യേക്കാൾ താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയ മാന്യതയാണ് 2011 നിങ്ങൾ ഈ ഏറനാട്ടിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരോട് ചെയ്തത് എന്ന് നിങ്ങൾ ഇന്ന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തെരുവിൽ പ്രകടനം വിളിച്ച് നിങ്ങൾ AKG സെന്ററിൽ നിന്ന് വന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ പിണറായി പറഞ്ഞാൽ അംഗീകരിക്കും, ഞങ്ങൾ ഇതാ LDF-നെ കുഴിച്ചു മൂടാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന അൻവറിനെ ഞങ്ങൾ വിടില്ല, അൻവർ കമ്മ്യൂണിസ്റ്റുകാരുടെ അന്തകനാണ്, ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് വിളിച്ച തൊണ്ട പൊട്ടിയ മുദ്രാവാക്യമുണ്ടല്ലോ, നിങ്ങൾ 2011 വിളിക്കണമായിരുന്നു. നിങ്ങൾ 2011 പറയണമായിരുന്നു ആൺകുട്ടികളെ പോലെ ഞങ്ങൾക്കൊരു LDF ഉണ്ടെന്നും ആ LDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് CPI എന്നും ആ CPI ഞങ്ങളെ മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ തന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് കാളിയത്ത് എന്നാണെന്നും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ നെൽക്കതിരാണെന്നും ആത്മാഭിമാനത്തോടുകൂടി 2011 നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിരുന്നെങ്കിൽ 2024 നിങ്ങൾക്ക് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് അൻവറിനെ തള്ളിപ്പറയേണ്ടി വരുന്ന ഗതികേടില്ലായിരുന്നു. രാഷ്ട്രീയം മാന്യന്മാരുടെ ഏർപ്പാടാണ്. അതിനപ്പുറത്ത് പണത്തിനും അഹങ്കാരത്തിനും മന്ദതക്കും വേണ്ടി രാഷ്ട്രീയത്തെ ബലി കഴിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു പറയേണ്ടി വരുമെന്ന ഗതികേടാണ് ഇന്ന് ഏറനാട്ടിലെയും കേരളത്തിലെയും ഒക്കെ CPIM-ന്റെ പ്രവർത്തകന്മാർ അനുഭവിക്കുന്ന വേദനയെന്ന് പറയുന്നത്.